പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നോ? ഭയന്നിരിക്കുകയാണോ നിങ്ങൾ? ഇന്ന് ലോകം മുഴുവനും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും IT കമ്പനിയിൽ ജോലി ചെയ്യുന്നില്ലേ? അവരുടെ മനസ്സിൽ വലിയ ഒരു ഭയമുണ്ട്. ഈ AI കണ്ടുപിടിച്ചതിന് ശേഷം ജോലി നഷ്ടപ്പെടുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജോലി എനിക്ക് ശാശ്വതമാണോ അതോ നഷ്ടപ്പെടുമോ എന്ന പേടി. മറുഭാഗത്ത് യുദ്ധം കാരണമുണ്ടായിട്ടുള്ള ഓയിൽ പ്രശ്നം, വിലവർധന, ഗ്യാസിന്റെ പ്രശ്നം, ഇവ കാരണം ഈ ബിസിനസ് നിലനിൽക്കുമോ, എനിക്ക് ഈ ബിസിനസ്സിൽ നിലനിൽക്കാനാകുമോ എന്ന് ലോക സാമ്പത്തിക നിലവാരത്തിലുള്ള പല മാറ്റങ്ങൾ കാരണം എനിക്ക് ഈ തൊഴിലിൽ, ഈ ജോലിയിൽ നിലനിൽക്കാൻ സാധിക്കുമോ എന്നൊരു സാഹചര്യം എല്ലായിടത്തിലും കണ്ടുവരുന്നുണ്ടല്ലേ? ദൈവം പറയുന്നു, നിങ്ങൾ നിലനിൽക്കും. നിങ്ങളുടെ ജോലി ആർക്കും ഇല്ലാതാക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ ആർക്കും പ്രശ്നമുണ്ടാക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ വരുമാനത്തിൽ ഒരു കോട്ടവും സംഭവിക്കില്ല. ആശീർവാദത്തിൽ നിലച്ചു നിൽക്കും എന്ന്. ഇത് കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന് വിചാരിക്കുകയാണോ? അതിന് നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നിലനിൽക്കുമെന്ന് ദൈവം പറയുന്നു. അതെന്താണ് എന്നറിയാമോ? സങ്കീർത്തനം 37:27 ദൈവം പറയുന്നു, ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കുമെന്ന്. സദാകാലം സുഖമായി വസിക്കും. സാമ്പത്തിക നിലവാരത്തിൽ എന്തു മാറ്റമുണ്ടായാലും, എത്ര തന്നെ യുദ്ധങ്ങൾ നടന്നാലും, ലോകത്തെത്ര തന്നെ തിന്മകൾ സംഭവിച്ചാലും ശരി, എന്തൊക്കെ AIയോ അഥവാ AI തന്നെ വന്നാലും, എന്തൊക്കെ വന്നാലും ശരി, നീ സുഖമായി വസിക്കും. ഞാൻ നിന്നെ നിലനിൽക്കുമാറാക്കുമെന്ന് പറയുന്നു. അതിനെന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ. ഒന്ന്, ദോഷം വിട്ടകലണം. രണ്ടാമത്തേത്, നല്ലത് ചെയ്യണം. നിങ്ങൾ ദോഷമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? തിന്മയുള്ള കാര്യം, പാപങ്ങൾ, ശരീരത്തെ ദുഷിപ്പിക്കുന്ന കാര്യം, മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യം, നിങ്ങളുടെ വാക്കുകളാലോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ? അതെല്ലാം ഉപേക്ഷിച്ച് ദോഷമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വിട്ടു മാറണം. ഞാനിത് ചെയ്യരുത്, ലോകത്തിലുള്ളവരെ പോലെ ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ, ഇത് നിങ്ങൾക്ക് ന്യായമായി തോന്നും. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അന്യായമായിരിക്കും. ഇതാണ് ശരി, ഞാൻ ഇങ്ങനെയേ ചെയ്യൂ എന്നൊന്നും പറയരുത്. വചനപ്രകാരം നടക്കണം. അതിന് വിരോധമായി ചെയ്യുന്നതെല്ലാം ദോഷമാണ്. ആദ്യം ദോഷമുള്ള കാര്യങ്ങളെ വിട്ടു മാറണം. നിങ്ങളുടെ വായിലെ വാക്കുകൾ, പ്രവൃത്തികൾ, ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അതിനെ ന്യായപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് വിട്ടുകളഞ്ഞ് സത്യമായിട്ടും മാനസാന്തരപ്പെട്ട്, ഞാൻ നീതിയുള്ളവനായിരിക്കാൻ സമർപ്പിക്കുന്നു, ആരെയും ദുഃഖിപ്പിക്കില്ല ദൈവമേ, ആരെയും വേദനിപ്പിക്കില്ല എന്ന് ഏറ്റു പറയൂ. രണ്ടാമത്തേത്, നന്മ ചെയ്യുക. നിങ്ങളെക്കൊണ്ടാവുന്ന വിധത്തിൽ നന്മകൾ ചെയ്യുക. ആവശ്യമുള്ള എത്രയോ പേർ നിങ്ങളുടെ സമീപത്തുണ്ട്, കൂടെ ജോലി ചെയ്യുന്നുണ്ടാകും, അയൽപ്പക്കത്തുണ്ടാവും, തെരുവിലുണ്ടാകും, എത്രയോ പേരുണ്ടാകും. കഴിയുന്ന സഹായം ചെയ്യൂ. ഒരു ചെറിയ നന്മയെങ്കിലും ചെയ്യൂ. നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ ഒരു പകുതി ദൈവത്തിനും ഒരു പകുതി നല്ലത് ചെയ്യാനുമായി മാറ്റിവെക്കൂ. അങ്ങനെ ചെയ്യും തോറും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. ജോലി നിലനിൽക്കും, വരുമാനം നിലനിൽക്കും, ബാധിപ്പുണ്ടാവില്ല. നിങ്ങൾ ഒരു നന്മയും ചെയ്യാതെ സ്വാർത്ഥതയോടെ എനിക്കെന്ന് ഒരുക്കി വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങളുണ്ടാകും. ആശീർവാദം നിലനിൽക്കുകയില്ല. ആശീർവാദം നിലനിൽക്കണമെങ്കിൽ നന്മകൾ ചെയ്യണം. കഴിയുന്ന നന്മ ചെയ്യൂ, സൽപ്രവൃത്തികൾ ചെയ്യൂ എന്ന് ദൈവം പറയുന്നു. ഈ വർഷം ചിലർക്ക് നല്ലത് ചെയ്തിരിക്കുന്നു. ഒരു വിധവയെ സഹായിച്ചിട്ടുണ്ടോ നിങ്ങൾ? പിതാവില്ലാത്ത ഒരു കുട്ടിക്ക് നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടോ? പാവപ്പെട്ട ആർക്കെങ്കിലും നിങ്ങൾ വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കൂ. ദൈവത്തോട് ചോദിക്കൂ, ദൈവമേ, ഞാൻ നന്മ ചെയ്യണം, യോഗ്യതയുള്ള ഒരാളെ സഹായിക്കണം, അതിന് വഴി നടത്തണമേ എന്ന് ചോദിക്കൂ. ദൈവം തന്നെ നിങ്ങളെ വഴി നടത്തും. അവർക്ക് നന്മ ചെയ്യൂ. മനസ്സിലായോ? എത്രയോ പാവപ്പെട്ട ദൈവസേവ ചെയ്യുന്നവരെ പുറത്താർക്കും അറിയില്ല. അവരെപ്പറ്റി ആർക്കും അറിയില്ല. ഗ്രാമങ്ങൾ തോറും നടന്നുപോയി ശുശ്രൂഷ ചെയ്യുന്നു. ഒരേയൊരു ഡ്രസ് ഇട്ടുകൊണ്ട്, ഒരു സൈക്കിള് പോലുമില്ലാതെ സേവ ചെയ്യുന്നു. നന്മ ചെയ്യൂ. അങ്ങനെയുള്ളവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ, പ്രാർത്ഥിക്കൂ, യഹോവ കാണിച്ചു തരും. ആ ശുശ്രൂഷകനെ സഹായിക്കൂ. അങ്ങനെ നന്മ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആശീർവാദം നിലനിൽക്കും. ശരിയല്ലേ? പറയൂ, ദൈവമേ, ഞാൻ ദോഷം വിട്ടകലണം, നല്ലത് ചെയ്യണം, അതിനെന്നെ സമർപ്പിക്കുന്നു, എന്റെ ആശീർവാദം നിലനിൽക്കും എന്ന് വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ